പറയേണ്ട പോലെ പറയാത്തോണ്ട് അച്ഛൻ കല്യാണത്തിന് വിടാഞ്ഞ്. പോയാലോടന്ന് ഞാൻ ഇവിടെ മലയാളത്തിൽ പറഞ്ഞതാ. ഞാൻ സാവകാശം അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി കല്യാണത്തിന് വിടാന്ന്. അപ്പൊ അവക്ക് വെപ്രാളം വരുന്നു. അനുഭവിക്കും നീ നിന്ന്. കുഴിപ്പുളത്തമ്മ അവിടെ വെച്ച് കല്യാണക്കാരും പറഞ്ഞപ്പോഴേ എനിക്ക് ടെൻഷനായിരുന്നു. ഈ മധുരക്കൊക്കെ ഒരാഴ്ചക്ക് മുന്നേ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞാലേ കുറച്ച് റിസ്ക് ആണ്. എത്ര അടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞാലും ഇവളെ വേണം പറയാൻ. ബുദ്ധിയില്ല മണ്ടിക്ക്. അല്ലെങ്കിൽ ഇവളെ വല്ല പഠിക്കാനോ ജോലിക്കോ വല്ലവരും പോവാണെങ്കിൽ നമുക്ക് അവരോട് പറയായിരുന്നു. ഇതിന്റെ പേരും പറ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറായിരുന്നു. ഇതിപ്പോ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കണേല്ലേ അടുക്കളയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? കല്യാണത്തിനും അടിയന്തരത്തിനും നൂലുകെട്ടിനും ഒക്കെ അങ്ങ് വിളിച്ചോണ്ടു. അനുഭവിച്ചോ? ഇപ്പൊ ഞാൻ കുറ്റക്കാരിയല്ലേ? കുഴിപ്പുളത്തമ്മ വിളിക്കട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കും അച്ഛനും അമ്മേനെ കല്യാണത്തിന് വിട്ടില്ലെന്ന്. വെറുതെ എന്റെ പേര് ഇതിനകത്ത് വലിച്ചെടുക്കാന്ന് കരുതോട്ടല്ലേ അച്ചു. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിനൊന്ന് പോവാൻ നോക്കും. അതാ നല്ലത്. നിനക്കാണ് കല്യാണത്തിന് മുട്ടി നിൽക്കണല്ലേ? നീ പടവലെ കുട്ടമ്പിള്ള ഭവനെ വിളിച്ചാൽ പടി. വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറയരുതോട്ടാ. അച്ഛൻ കണ്ടുന്നേ അച്ഛൻ ഇവിടെ കല്യാണത്തിന് വിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പോണ്ടെങ്കിൽ പോണ്ട പോരെ. പോയില്ലെങ്കിൽ പ്രശ്നമാവും. എനിക്കൊന്നത് കാണണമല്ലോ നീ പോണത്. എന്തോന്ന് കാണാനാ? എടി കുഴിപ്പള്ളത്തമ്മക്ക് കല്യാണത്തിന് മുട്ടിക്കണമെങ്കിലേ അവരെ ഭർത്താവിന്റെ കല്യാണം ഒന്നുകൂടെ വയ്ക്കാൻ പറ. എന്നിട്ട് നീ പപ്പടം വിളമ്പി കൊടുപ്പോ. എന്തൊക്കെയാണ് പറഞ്ഞത്? തലയ്ക്ക് വെളിവില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. എവളെന്ന് വാങ്ങിയിട്ട് അടങ്ങോളൂ. എടി ജനാർദ്ദന എനിക്കറിയാതെ കിടന്നാലും കുഴിപ്പള്ളത്തമ്മ കല്യാണത്തിന് പോകലടി. കൊച്ചാ അച്ഛാ നമുക്ക് സമയമുണ്ടല്ലോ ആലോചിക്കാൻ. നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാപ്പോഴേക്കും. ഓല ആലോചിച്ച് ഇവിടെ ഇപ്പൊ കൂട്ടത്തല്ലേ. മിക്കവാറും 4-ാം തീയതി കല്യാണത്തിന് മുമ്പ് ആരെങ്കിലും ചത്തു വീഴുന്നേ. നീ നോക്കിക്കോ. നെയ്യാറ്റിക്കരോളം എനിക്ക് അറിയാതുള്ള സകല കല്യാണത്തിനും ഈ കുഴിപ്പള്ളത്തമ്മ വിളിക്കും. പോയി 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 2 കാലിന്റെ മുട്ടും ഞാൻ ഒരു സൈഡ് ഒതുക്കിക്കോളും. എവിടെ ഇഴഞ്ഞെങ്കിലും പോകും. അച്ഛൻ എന്തൊക്കെയാ പറയണേ? നാക്കിന് ലൈസൻസ് ഇല്ലെന്നും പറ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയല വാലും. നീ നോക്കിയോ, ഞാൻ കുഴിപ്പള്ളത്തമ്മേരെ ഏതെങ്കിലും ബന്ധുക്കളെ കല്യാണത്തിന് ഞാൻ ബാസിനെ അടിച്ച് വിറ്റിട്ട് അലമ്പുണ്ടാക്കും. പിന്നെ ഒരിക്കലും നമ്മളെ വിളിക്കൂല കല്യാണത്തിന്. എന്റെ ദൈവമേ, വീട്ടിൽ പറയാതെ പോയാ മതിയായിരുന്നു. അങ്ങനെ എന്നെ പറ്റിച്ചിട്ട് പോകാനാ? ഞാൻ ഏതെങ്കിലും ഒരു കൊച്ചാണല്ല, ബാലേന്ദ്രൻ തമ്പിയാണ്. ആലമ്പൻ നിന്റെ തന്തേ പറയിപ്പിക്കാടി. അതെ ഒരു സംഭവം ഉണ്ട്. ആ കുഴിപ്പള്ളം തള്ള വിളിച്ച് 10 കൊടുക്കാം. ഇല്ല അവരെ കല്യാണ പ്രാന്ത് ചെയ്തോടെ നിർത്തും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒന്ന് പറഞ്ഞാൽ രണ്ടിനും ആകെ അടിയും വിപ്ലവമാണ്. ഇവിടുത്തെ അവസ്ഥ നോക്കുകയാണെങ്കിലേ ഇതിനെക്കാട്ടി എന്ത് വേണ്ടുള്ള തങ്കം. അല്ല, ഒരു കണക്കിന് അണ്ണൻ പറയുന്നതിലും കാര്യമുണ്ട്. ബന്ധുക്കളെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ മധുരയിൽ പോയി നിൽക്കാന്ന് പറഞ്ഞാലേ. അമ്മ ഈ മധുര എന്ന് പറയുന്നത് പഴനിക്ക് അടുത്താണോ? 2.5 മണിക്കൂർ യാത്ര ഉണ്ട് ചേച്ചി. പിന്നെ ഡിണ്ടിഗിൽ പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ കല്യാണം കഴിഞ്ഞ് നേരെ പഴനി പോയി തലയെ മുട്ടടിച്ച് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. ഇങ്ങോട്ട് വരണ്ടല്ലോ. അല്ല, അണ്ണ എവിടെ പോയി? എഞ്ചിനീയറിന്റെ ഫോൺ വന്നോണ്ട് അങ്ങോട്ട് പുറത്തോട്ട് പോകണ്ടായിരുന്നു. ഇവന് കുഴിപ്പടത്തെങ്ങാനും വിളിക്കോ? അത് വിളിക്കില്ലണ്ണ. ആ കൊമ്പത്ത് നിൽക്കുമ്പോ വിളിച്ചാ വിളിച്ച്, അത് കഴിഞ്ഞ രക്ഷപ്പെട്ടു. എന്താണ് ഇതിനെ കഴിഞ്ഞില്ലേ വട്ടമേ സമ്മേളനം? എനിക്ക് നിങ്ങളുടെ ഒന്നും പറയാനില്ല. ഞാൻ നേരെ കുഴിപ്പള്ളത്തേലും എന്നിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ കല്യാണ പ്രാന്തിനെ പറ്റി വളരെ മ്ലേച്ഛമായിട്ട് സംസാരിക്കും. അപ്പോൾ അവർക്ക് പിടികിട്ടും. അപ്പോൾ അവർക്കറിയാം എൻ്റെ മോളെ കല്യാണത്തിന് അയക്കാൻ എനിക്ക് താല്പര്യമില്ല. ദേ നെഞ്ചിൽ ആണി കുത്തി ഉറക്കണം. സംസാരിക്കാൻ നെഞ്ചിൽ ആണി കുത്തി ഉറക്കണം. എന്റെ പൊന്നണ്ണ, നീ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാൻ പോകരുതേ. ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യമാണ്. ഇപ്പൊ നീ കല്യാണത്തിന് പോണ്ടാന്ന് പറഞ്ഞാൽ പോണ്ട. സിദ്ധു അത് തന്നെ പറയുള്ളൂ. അല്ല അതിന് പകരം അവിടെ പോയിട്ട് അവരെ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞാലോ കൊച്ചിന്റെ കുടുംബം കുളമായി പോകും. അങ്ങനെയാണ്. ഞാൻ കുറെ ക്ഷമിച്ച് അപ്പോൾ ഒരു കല്യാണം, അടുത്ത കല്യാണം അങ്ങനെ നീണ്ടു പോവേണ്. എനിക്ക് സംശയം, ഒരു വിളിക്കാത്ത കല്യാണത്തിന് പോണോന്നൊരു സംശയമാണ് അല്ലേ? ഇത് ജനാർദ്ദനന്റെ അടുത്ത ബന്ധുവിനൊന്നും അല്ല. എന്താ പറയുക, ജനാർദ്ദനന്റെ അനിയന്റെ മോളെ അറിയണം. എവിടെ ദൂരെ മുള്ളിയത്രയ്ക്കുന്ന ബന്ധം പോലും ഇല്ല ഈ കല്യാണത്തിന്. അറിയാം, ഇവർക്ക് മധുര കാണണം. കാരണം കേരള സദ്യ ചോറൊക്കെ ഉണ്ട് മടുത്ത്. ഈ തമിഴ്നാട് വെള്ളരിയിലെ ചോറ് തിന്നണം. അതിന് വേണ്ടിയാണ് അവർ തമിഴ്നാട്ടിൽ കെട്ടിയെടുക്കുന്നത് മധുരയിൽ. ഇങ്ങനെ ഒരു കല്യാണ പ്രാന്തി പിടിച്ച സ്ത്രീയായില്ല ജമ്പത്ത് ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ വീടിൻ്റെ അടുത്ത് സരസ്വതി എന്ന് പറഞ്ഞൊരു പിറന്നാളുണ്ട്. അവരെ ഈ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോവും. വെട്ടി അടിച്ചിട്ട് പെണ്ണ് വീട്ടുകാരെയും ചെറുക്കൻ വീട്ടുകാരെയും 10 കുറ്റവും പറഞ്ഞിട്ട് ഇവള് വരുള്ളൂ.
ഇതുപോലെ തന്നെ ഈ കുഴിപ്പള്ളക്കാരി ഒരിക്കൽ ഒരു വിളിക്കാത്ത കല്യാണത്തിൽ ചെന്നിട്ട് പെണ്ണിന്റെ തള്ളയുടെ സ്ഥാനത്ത് നിന്ന് ഫോട്ടോ എടുത്ത് ആദ്യ പ്രശ്നം അലിമ്പായി അവസാനം മണ്ഡലത്തിൽ അടിച്ചിറക്കിയത്. പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാച്ചാ പോകുന്നത്? എലി എനിക്കതല്ല മനസ്സിലാവാത്തത്. നിന്നെ കുഴപ്പമില്ലാത്ത അമ്മ കല്യാണത്തിന് വിളിക്കുന്നു, പോണോ വേണ്ടത് നിന്റെ ഇഷ്ടം. അതെന്തിനാണ് ഇവിടെ ചർച്ചയായിട്ട് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? കുഴപ്പമില്ലാത്ത അമ്മ ഇഷ്ടം പോലെ ഇവിടെ കല്യാണത്തിന് വിളിക്കണമുണ്ട്. ആ സമയത്ത് ഈ അച്ഛനെ കിടന്ന് ഇങ്ങനെ പ്രാന്ത് കാണിക്കുകയും ചെയ്യും. അന്ന് ഇവള് പോവുകയും ചെയ്യും. എന്താന്ന് വെച്ചാ എന്റെ മോനെ മക്കളെ മുടിയാ ഇപ്രാവശ്യം ഇവള് പോണതിന് ഈ കണ്ണു നിറയെ കാണണം. എന്റെ പൊന്നേട്ടാ, ചേട്ടൻ എന്തിനാ വെറുതെ അച്ഛനെ എരിയേറ്റണേ? എരി കയറ്റിയാലും ഇല്ലെങ്കിലും നീ ഈ കല്യാണത്തിന് പോവൂല. അച്ഛാ, ഈ പ്രോബ്ലത്തിന് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ചേച്ചിക്ക് വരെ ഞാൻ പോവാം കല്യാണത്തിന്. ഒരാഴ്ചത്തെ കേസല്ലേ ഉള്ളൂ, ബുക്കൊക്കെ ഞാൻ കൊണ്ടുപോവാം. അതാവുമ്പോ ചേച്ചിക്ക് എന്തെങ്കിലും വയ്യെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നാ മതി. വീട്ടുകാരുടെ ആക്രാന്തം കൊണ്ടാണ് നീ ഇത് പറയണത്. അല്ലടാ അതിന് കല്യാണത്തിനുള്ള കൊതിയുണ്ടല്ല എന്താടാ? ചേട്ടത്തി ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്ത് മിണ്ടാനാ? മിണ്ടാളെ മൊത്തവും ഞാൻ മിണ്ടി. എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായാ? ഇല്ല. പിന്നെ ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോ എന്താ, അവര് നല്ലൊരു വലിയ മീന്തലം മേടിച്ച് കൊടമ്പുളിയിട്ട് വറ്റിച്ച് ഇങ്ങനെ മുമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പൊന്നും ബാലു എന്ന് വിളിച്ചാൽ മതി. ഇങ്ങനെ ആ മീന്തലം മൊത്തം അവിടെ ഇരുന്ന് തിന്ന് തീർത്ത് കഴിയുമ്പോ പിന്നെ അവരുടെ ആളായി മാറും. ആരാണി അവരെ വിളിക്കട്ടെ, ഞാൻ 10 കൊടുക്കാം. അവരെ വിളിക്കട്ടെ. കുഴിപ്പള്ളം പേരൂരിന്റെ ഭാര്യ പറഞ്ഞില്ല, കുഴിപ്പള്ളത്തമ്മ. കുഴിപ്പളത്തമ്മ എന്ത് കുഴിപ്പള്ളത്തമ്മ വിളിക്കട്ടെ, ഞാൻ 10 കൊടുക്കാം. നോക്കിക്കോ, തീർത്തുള്ള ഒതുക്ക ഞാൻ നോക്കിക്കോ. അച്ഛാ, ഇപ്പൊ തൽക്കാലത്തിന് ഈ കേസ് വിട്, വേറെ പ്രശ്നത്തിനൊന്നും പോകാൻ നിൽക്കണ്ട. ഇനി ഇതേപോലെ ദൂരെ ഏതെങ്കിലും കല്യാണം എന്ന് പറഞ്ഞ് വന്നാ നമുക്ക് സംസാരിക്കാം. ആ സിദ്ധുവിന്റെ ഒരു അകന്ന ബന്ധുവിന്റെ കല്യാണം മുംബൈയിൽ വെച്ചിട്ടുണ്ട് ജനുവരിയില്. ഞാൻ പറഞ്ഞില്ലേ ഈ കിളവിയെ ഞാൻ ഒതുക്ക നോക്കിക്കോ. ഹലോ, ജനാർദ്ദനാ? പിന്നെ അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ? ഓ ചേച്ചിക്ക് ഒരേ നിർബന്ധോ? നോക്കാം. ഞാൻ വിളിക്കണ്ണ. ശരി ശരി. ശരിയാണ്, ഓക്കെ. എന്ത് ജനാർദ്ദന അണ്ണായി മധുരയില് കല്യാണത്തിന് ഞാൻ കൂടെ വേണമെന്ന് ഏറ്റവും നിർബന്ധം ചേച്ചിക്ക്, കുഴിപ്പള്ളം ചേച്ചിക്ക്. ഏതേച്ചിക്ക്? കുഴിപ്പള്ളം എന്റെ ചേച്ചിക്ക്. ചേച്ചിക്കാണ് ഏറ്റവും കൂടുതൽ നിർബന്ധം. എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കണം. പോവാതിരിക്കാനും പറ്റൂല. ഇത്രയും സ്നേഹത്തോടെ വിളിക്കുമ്പോഴേ. നാരി നീ കല്യാണത്തിന് പോവാൻ പോണേടാ. തന്റെ മോളെ സംബന്ധക്കാരെ തനിക്ക് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞോണ്ട് എന്റെ കൊച്ചിന്റെ ജീവിതമാണ് കേട്ടാ. പിന്നെ അല്ല, ഇപ്പൊ എങ്ങനെ ഇരിക്കണ്?